പൂണ്ടിമാറ ചർച്ചിൻ്റെ കോമ്പൗണ്ടിലുള്ള ചിൽഡ്രൻസ് പാർക്കാണ് കേട്ടോ ഈ കാണുന്നത്. ഈ പാർക്കിൽ കയറണമെങ്കിൽ എൻട്രി ടിക്കറ്റ് എടുക്കണമെന്നാണ് പറയുന്നത്. 5 രൂപയാണ് കേട്ടോ എൻട്രി ടിക്കറ്റ് അവരെടുക്കുന്നത്. ഈ പാർക്ക് എന്ന് പറയാനായിട്ട് വലിയ കാര്യമായിട്ട് കളിക്കാനൊന്നും അങ്ങനെയൊന്നുമില്ല. സൈലൻ്റായിട്ട് നല്ല കാമായിട്ടിരിക്കാൻ പറ്റിയൊരു ഏരിയ തന്നെയാണ് കേട്ടോ. അത്യാവശ്യം വലിപ്പമുള്ള പാർക്കൊക്കെ കൂടിയാണ് കേട്ടോ. പിന്നെ ഞാൻ സൈഡിലേക്ക് തിരിഞ്ഞ് നോക്കിയപ്പോഴാണ് സിംസ്തേരി കാണുന്നത് കേട്ടോ. ഈ പാർക്കിലേക്ക് നമ്മൾ കിടന്ന് വരുമ്പോൾ തന്നെ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും ചെറിയ രീതിയിൽ സിംസ്തേരി ഉണ്ട്. കല്ലുകൊണ്ടുള്ള കുരിശ് കേട്ടോ അവിടെ കണ്ട. കരിങ്കല്ലുകൊണ്ട് കുരിശുണ്ടാക്കിയിട്ടാണ് കുഴിച്ചിട്ടിരിക്കണത്. കുറച്ച് ചെറുതേര് കുറ്റിപ്പുള്ളോട്ട് കാട് പോലെ ഉണ്ട് കേട്ടോ. പാർക്ക് അങ്ങനെ ഉള്ളിലോട്ടുണ്ട് കേട്ടോ. നല്ല വൃത്തിയായിട്ട് കിടക്കുന്നതാണ് കേട്ടോ. ഒക്കെ നല്ല പരിസരമൊക്കെ നല്ല നീറ്റാണ് കേട്ടോ കാണുന്നത്. ഇവിടെ കുട്ടികൾ കളിക്കാനായിട്ട് അധികം ആക്ടിവിറ്റീസുകളൊന്നും അധികമൊന്നുമില്ല. ഊഞ്ഞാൽ അങ്ങനെ ഒരുങ്ങണത് അങ്ങനെയൊക്കെ ഉള്ളൂ കേട്ടോ. എന്നാലും കുഴപ്പമില്ല. കുട്ടികൾക്ക് ഒന്ന് ഓടിച്ചാടി നടക്കണ കുട്ടികൾക്കൊക്കെ ഒന്ന് നടക്കാനായിട്ട് പറ്റിയ സ്ഥലം തന്നെയാണ്. അവിടെ നല്ല വൃത്തിയായിട്ടാണ് അവരിടുന്നത് കേട്ടോ. പിന്നെ എനിക്ക് ഈ കരിങ്കല്ല് അവരിങ്ങനെ അട്ടിട്ടേരി വെച്ചിട്ടുണ്ട്. വെള്ളത്തിൻ്റെ എന്തോ ഒരു പരിപാടി ഉണ്ടാവാതിരിക്കാൻ വേണമെങ്കിൽ കേട്ടോ. ഇത് കണ്ടോ, ഫാദർ ആയിപ്പൻ്റെ ശവകുടീരത്തിൻ്റെ ഇതാണ് കേട്ടോ കാണുന്നത്. ഈ ഫാദറിൻ്റെ ജനനം 1913, തിരുപ്പട്ടം കിട്ടിയിട്ട് 1941, മരണം 1998 കേട്ടോ. ഇവിടെ അങ്ങനെ കാര്യമായിട്ട് ഇങ്ങനെ കാണാനൊന്നും ഇല്ല കേട്ടോ. കുട്ടികളെ വെച്ച് ജസ്റ്റ് ഒന്ന് കളിപ്പിക്കാമെന്ന് മാത്രം. ഈ പള്ളിയുടെ കോമ്പൗണ്ട് തന്നെയാണ് കേട്ടോ. കോഴീനെ വളർത്തേണ്ട താറാവ്, അതേപോലെ തന്നെ കിളികൾ, അങ്ങനെ കുറേ ഐറ്റംസുകളൊക്കെ ചെറുതൊക്കെയായിട്ട് ഇവരിങ്ങനെ വളർത്തുന്നുണ്ട് കേട്ടോ. കൂടൊക്കെ സെറ്റാക്കിയിട്ട് അതെന്തായാലും കൊള്ളാം. ഇവിടെയാണ് കേട്ടോ മെഴുകുതിരി മേടിക്കുന്നതും അതേപോലെ തന്നെ കുർബാനനെ സംബന്ധിച്ചിട്ട് പണം കെട്ടണ കാര്യങ്ങളൊക്കെ ഈ ഒരു സ്ഥലത്താണ് കേട്ടോ. ഈ ഗ്രോട്ട് അവർ സെറ്റാക്കിയിട്ടുണ്ട്. ശരിക്കും ഒരു തേര് ഒരുക്കി വെച്ച് തേര് കണ്ടിട്ടില്ലേ? അവരുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ തേരൊക്കെ ഉണ്ടാവും. ആ ഒരു മോഡലിലാണ് കേട്ടോ അവർ ഈ ഗ്രോട്ട് അവർ ചെയ്ത് വെച്ചിരിക്കുന്നത് കണ്ടു. പിന്നെ ഏറ്റവും വലിയ റിയായിട്ട് നല്ല സംഭവമായിട്ടുള്ളൊരു ഗുഹ ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഈ ഒരു മല ശ്രദ്ധിക്കുമ്പോൾ കർത്താവ് അതിൻ്റെ മുകളിൽ നിൽക്കുന്ന ഒരു സീൻ പെട്ടെന്ന് നമ്മളത് കാണില്ല, പെട്ടെന്ന് ശ്രദ്ധിക്കില്ല നമ്മൾ. അതെന്തായാലും കൊള്ളാം. ഹോളി ലാൻഡ് അത് ഞാൻ അതിൻ്റെ ഉള്ളിൽ കയറി നോക്കാം എന്താണ് അവിടുത്തെ കാര്യം എന്നുള്ളത്. പുനിതമാണ് ഭൂമി എന്നാണ് അവിടെ എഴുതിച്ചിരിക്കുന്നത്. ചെറുതായിട്ട് തമിഴ് വായിക്കറിയാം, വലിയ കാര്യമായിട്ടൊന്നും വായിക്കറിയില്ല, എന്നാലും കുഴപ്പമില്ല. 5 രൂപയാണ് അതിൻ്റെ ഉള്ളിലേക്ക് എൻട്രി പാസ്. നമ്മളങ്ങനെ എൻട്രി പാസ്സൊക്കെ എടുത്ത് നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറി എന്നിട്ടാണ്. എന്താ സംഭവമാണ് കാണാൻ പോകുന്നത് നമുക്കൊരു ഐഡിയ ഒന്നും ഇല്ല കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് പൂണ്ടി പള്ളിയിലേക്ക് വരുന്നത് തന്നെ. ഭയങ്കര വലിയ ചെറിയ ഗുഹയാണോ? സൂപ്പറാണ് കേട്ടോ. നമുക്ക് ഉണ്ണീശോയുടെ ജനനാണ് ഇവിടെ കാണിച്ചേക്കണേ കണ്ടോ. മാതാവ് ഉണ്ണീശോ പിതാവും നല്ല രസമുണ്ടല്ലേ, കൊള്ളാട്ടോ. ഇവിടെ നടന്നിട്ടുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ സ്ഥലത്തിൻ്റെ പേരുകൾ എടുക്കാണ്ട് അവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്.
ഈശോയുടെ ജീവിതത്തിൽ നടന്നിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. അടിപൊളിയുണ്ട് കേട്ടോ. കാണുമ്പോൾ ശരിക്കും നമ്മൾ ആ രംഗങ്ങൾ നമ്മൾ ആലോചിച്ച് പോവാണ് ഇതൊക്കെ കാണുമ്പോൾ അല്ലേ. ഒരു ഫുള്ളൊരു ഗ്രില്ലാക്കിയിട്ടിട്ട് അതിൻ്റെ ഉള്ളിലാണ് അതൊക്കെ ചെയ്തിരിക്കുന്നത് കണ്ടോ. നമ്മൾ ഈ ഗുഹയുടെ ഉള്ളിലത്തെ കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു സ്റ്റെപ്പ് വഴിയാണിട്ട് നമ്മൾ മുകളിലേക്ക് കയറി വന്നത്. ഈ ഒരു രൂപം കാണുമ്പോൾ ഭയങ്കര വിഷമമാണ്, ഭയങ്കര ടെൻഷനാണ്. ഗുഹ കണ്ടോ, ഈശോനെ മറവ് ചെയ്ത സ്ഥലം കണ്ടോ, അടിപൊളിയായിട്ട് കേട്ടോ. ഈ സ്റ്റെപ്പ് വഴി ഇറങ്ങിയിട്ട് നമ്മൾ ഗുഹയുടെ പുറത്തേക്ക് പോകണത് കേട്ടോ. അങ്ങനെ ഇതാണ് നമ്മുടെ തഞ്ചാവൂർ പോണ്ടിമാത ചർച്ച് കേട്ടോ. ഇതൊക്കെയാണ് നമ്മുടെ പോണ്ടിമാത ചർച്ചിലെ വിശേഷങ്ങളൊക്കെ. അപ്പോൾ നിങ്ങളെല്ലാവരും പറ്റാവുന്നവരൊക്കെ വരിക കേട്ടോ. പോണ്ടി പള്ളിയിലേക്ക് വന്നപ്പോൾ കണ്ട കാഴ്ചയാണ് കേട്ടോ. മഴ പെയ്യില്ല, അയ്യോ മഴ പെയ്യുന്നുണ്ട്. ഇതൊന്നപ്പോൾ നമ്മുടെ നാട്ടിലില്ല ഈ സംഭവം. മലയാളം TV ചാനൽ, യൂട്യൂബ് ചാനലാണ് കേട്ടോ. കാട്ടിക്കോ കാട്ടിക്കോ. അത് ശരി. ഇടുക്കി തമിഴ്നാട്ടിലും ഇവിടെ കേരളത്തിലൊന്നും ഇങ്ങനെ മതത്തിനെ പറ്റിയിട്ടൊന്നും വലിയ ഇഷ്യൂസുകളൊന്നും അങ്ങനെ ഇല്ല കേട്ടോ. അത് വളരെ കുറവാണ്. മറ്റുള്ള സംസ്ഥാനങ്ങൾ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ വളരെ കുറവാണ്. അങ്ങനെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഇനി അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.